Hello guys, welcome back to Ubaid. വ്ളോഗ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഉള്ളത് ഉദയ്പൂരിലാണ്. ഉദയ്പൂരിൽ നിന്ന് രാവിലെ നമ്മൾ റൂം വെക്കേറ്റ് ചെയ്ത് കിങ് മാനിസൺ എന്ന് പറഞ്ഞ ഒരു ഹോട്ടലാണ് നമ്മൾ ഇന്നലെ റൂം എടുത്തത്. അപ്പോൾ വണ്ടി ആകെ അലമ്പായി കിടക്കുകയാണ്. വണ്ടിയെല്ലാം ഫുള്ള് റീസെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അപ്പുറത്ത് ഒരു സൈഡിൽ നിന്ന് വൃത്തിയാക്കുന്നുണ്ട്. അപ്പോൾ വണ്ടി മൊത്തം സാധനങ്ങൾ ഞങ്ങൾ പുറത്തിറക്കി ഫുള്ള് സെറ്റ് ചെയ്തു, ഫുൾ ക്ലിയറാക്കി വണ്ടി കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. വണ്ടി ഇപ്പോൾ ഫുൾ നീറ്റായി. വണ്ടി നമ്മൾ അന്ന് നാട്ടിൽ നിന്ന് വിട്ടതിന് ശേഷം ഇന്നാണ് വണ്ടി പിന്നെ ഒന്ന് കഴുകുന്നത്. എന്നാലും വണ്ടിയൊക്കെ വൃത്തിയായി. അതിനെ ഇറക്കി വെച്ച സാധനങ്ങളൊക്കെ തിരിച്ച് കയറ്റണം. സത്യത്തിൽ നമ്മൾ ഉദയ്പൂർ നിർത്താൻ ഒരിക്കലും വിചാരിച്ചതല്ല. കാരണം വെച്ചാൽ നമ്മളിതിലെ ജസ്റ്റ് പാസിങ് മാത്രമായിരുന്നു. അപ്പോൾ നമ്മൾ ഇന്നലെ ഇവിടെ നിർത്തിയ സമയത്ത് ഇവിടുത്തെ ഒരു ബായി പറഞ്ഞു, ഇവിടെ നിങ്ങൾക്ക് കാണാനൊരു പാലസ് ഉണ്ട്, അത് നിങ്ങൾ ഒരിക്കലും മിസ്സാക്കരുത്, ഒരുപാട് ചരിത്ര പ്രാധാന്യമുള്ള പാലസാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെയാണ് ആ പാലസിൻ്റെ അടുത്തേക്ക് നമ്മൾ ഇന്നലെ രാത്രി പോയത്. ഇന്നലെ രാത്രി പോയപ്പോഴാണ് പാലസിൻ്റെ എൻട്രൻസ് കണ്ടത്. എൻട്രൻസ് കണ്ടപ്പോൾ തന്നെ ഭയങ്കര ഹാപ്പിയായി. കാരണം ഒരുപാട് ഹിന്ദി സിനിമകൾക്ക് ലൊക്കേഷൻ, അതുപോലെ ഈ അടുത്ത് നടന്ന ജൂഹി ചൗള സിനിമ സെലിബ്രിറ്റിയുടെ ഒരു വിവാഹ പരിപാടി ഫങ്ഷൻസൊക്കെ അവിടെ വെച്ച് നടന്നു. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ അതിലേക്ക് വന്നത്. അപ്പോൾ ആ ഒന്ന് ജസ്റ്റ് നോക്കാമെന്നുള്ള കണ്ടീഷനിലേക്ക് വന്നത്. അപ്പോൾ അത് നമ്മൾ കണ്ടപ്പോൾ നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടപ്പോൾ നമ്മൾ ഏതായാലും ഇന്ന് ഇവിടെ ഹോൾട്ട് ചെയ്ത്, നമ്മൾ സത്യം പറഞ്ഞാൽ ഇന്നലെ അജ്മീർ ഹോൾട്ട് ചെയ്യാനായിരുന്നു പ്ലാൻ ഇട്ടത്. ഇന്ന് ഇവിടെ നിന്ന് അജ്മീറിലേക്ക് ഏകദേശം ഒരു 300 കിലോമീറ്ററോളം ഉണ്ട്. അപ്പോൾ പിന്നെ ഇതും കൂടി കണ്ടിട്ട് പോകാമെന്ന് കരുതിയാണ് നമ്മൾ സത്യം പറഞ്ഞാൽ ഇന്നലെ ഇവിടെ ഹോൾട്ട് ചെയ്തത്. അങ്ങനെ നമ്മളിപ്പോൾ ആ പാലസ് കാണാൻ വേണ്ടി പോവാണ്. അപ്പോൾ പിന്നെ പാലസിൻ്റെ വിശേഷങ്ങൾ അവിടെ വെച്ച് വഴിയേ കാണാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളുള്ളത് ഉദയ്പൂരാണ്. ഇത്രയും ദിവസം കഴിഞ്ഞിട്ട് ഇന്നാണ് വണ്ടി കഴുകാൻ പറ്റിയത്. വണ്ടി നല്ല വൃത്തിയായിട്ടുണ്ട്. ഇതാണ് നമ്മുടെ യൂട്യൂബ് ചാനൽ നെയിം, ക്ലിക്ക് ഓൺ ഉബൈദ് വ്ളോഗ്സ് കണ്ണൂർ ടു മണാലി. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ പ്ലാൻ ചെയ്തേക്കുന്നത്. 15 ദിവസം 15 സ്റ്റേറ്റ് 9000 കിലോമീറ്റർ. ഇതൊക്കെ ഓൾറെഡി ഉബൈദ് നേരത്തെ കാണിച്ചതാണ്. ഞാൻ ഇപ്പോൾ വണ്ടി കഴുകിക്കൊണ്ട് വെറുതെ ജസ്റ്റ് ഒരു ഷോട്ട് എടുക്കാമെന്ന് വിചാരിച്ചതാണ്. ഇത്രയും ദിവസം ചെളി പിടിച്ച വണ്ടി കണ്ടിട്ട് ഇപ്പോൾ ഈ വണ്ടി കാണുമ്പോൾ ഒരു സന്തോഷമുണ്ട്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ജെയിൻ മന്ദിറാണ്. നമ്മുടെ റെസ്റ്റോറൻറ്റിൻ്റെ ബാക്ക് സൈഡാണ് ജെയിൻ മന്ദിർ. ആക്ച്വലി നമ്മൾ അതിനകത്ത് എൻ്റർ ചെയ്യാൻ നോക്കി, പക്ഷേ ജെയിൻ മതത്തിൽപ്പെട്ട ആൾക്കാർക്ക് മാത്രമേ അങ്ങോട്ട് എൻ്റർ ചെയ്യാൻ പറ്റുള്ളൂ. ബാക്ക് സൈഡ് നിങ്ങൾക്ക് കാണാം, ലേക്ക് കാണാം, ഹില്ല് കാണാം. വെതറാണ് കേട്ടോ ഇവിടുത്തെ ഏറ്റവും വലിയ അട്രാക്ഷൻ. ഗൈസ്, പെട്ടെന്ന് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അവിടെ കിടന്ന് ചീത്ത പറയുന്നുണ്ട് ലേറ്റ് ആയതിന്. പൊട്ടിച്ചോ ഇനി എടുക്കണ്ട, തികത്തില്ല സാർ. അത് തീരെ വരെയുള്ള അച്ചാർ മതി. ഇതാ മസാല എടുത്തിട്ട് പോവാ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ ഫുഡ് അടിയാണ്. രാവിലെ തന്നെ ഉദയ്പൂർ ബ്രേക്ക്ഫാസ്റ്റ് ആണ് അടിച്ചുകൊണ്ടിരിക്കുന്നത്. നേരെ മുമ്പിൽ സൂര്യനാണ് കാണുന്നത്. മുകൾ നിലയിലെ നമ്മളിപ്പോ 5 സ്റ്റാർ സെറ്റപ്പിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. വെറും തുച്ഛമായ വൈദ്യുതി. ഇതെല്ലാം കൂടി 10 രൂപ ചെലവുണ്ടാവും. 65 ലക്ഷം 65 രൂപയുടെ ഭക്ഷണമാണ് നമ്മൾ 4 ആള് കൂടി ചായക്ക് വെച്ചില്ല. അപ്പൊ ആദ്യം വെച്ചത് ഇവന് ഇത് തീരൊന്നുമില്ല. അപ്പൊ രാവിലെ നല്ല എഡിറ്റിങ്ങിലാണ്. കാരണം ഇപ്പം ട്രാവലിങ്ങും പോയ പിന്നെ സമയം വളരെ ഷോർട്ടായതുകൊണ്ട് അപ്പാപ്പോൾ എഡിറ്റ് ചെയ്തുണ്ടാക്കണം. അപ്പോൾ രാവിലെ ചായ ഉണ്ടാക്കി തന്നെ ആ ചായയും കുടിച്ച് പരിപാടി തുടങ്ങി. അപ്പം ഗൈസ്, അപ്പം നമ്മളിപ്പോൾ രാവിലെ വന്നേക്കുന്നത് ഉദയ്പൂർ പാലസിലാണ്. ഉദയ്പൂർ പാലസിലെ ഉദയ്പൂർ ലേക്ക് പാലസ് എന്നാണ് പറയുക. ഇതിൻ്റെ ദൂരെ നമ്മൾ വെള്ളത്തിന് നടക്കുന്ന ഈ പാലസാണ്. ഇത് 1, 2 അല്ല, ഇത് ഒരുപാട് പാലസ് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ പറഞ്ഞു തരാം. ജസ്റ്റ് ഒന്ന് നമുക്ക് ആദ്യം ഒന്ന് വാച്ച് ചെയ്യട്ടെ. തന്തൂരി ചായയുടെ കപ്പാണ് ഇവിടെ കാണുന്നത്. തന്തൂരി ചായ മുമ്പേ ഇവിടെ വന്നിട്ടുണ്ട്. അതുപോലെ ഇവിടുത്തെ കടികൾ കാര്യങ്ങളെല്ലാം കാണാൻ പറ്റും.
उदयसी ने ये सिटी बनाया था, इसको नाम दिया उदयपुर। ओके इसके अलावा इसको 3 नाम से वो जानते हैं। फर्स्ट तो इसे बोलते हैं ग्रीन सिटी। राजस्थान में सबसे ज्यादा ग्रीनरी जो है ना, हरियाली, वो उदयपुर के अंदर है। सेकंड इसे बोलते हैं सिटी ऑफ लेक, झीलों की नगरी। ओके यहाँ पे चारों तरफ लेक्स है, इसे सिटी ऑफ लेक, झीलों की नगरी बोलते हैं। ओके तीसरा इसे बोलते हैं व्हाइट सिटी। ये जो आप माउंटेन जो देख रहे हो ना, ये सारा अरावली पर्वत है। इनकी जो माइनिंग होती है, 2 चीज यहाँ पे सबसे ज्यादा निकलती है। एक तो निकलता है जिंक निकलता है, दूसरा निकलता है पर मार्बल निकलता है, इधर से मार्बल, इसलिए इसको बोलते हैं व्हाइट सिटी। ये जो लेक है, ये उदयपुर सिटी का सबसे बड़ा लेक है। इसको बोलते हैं पिछोला लेक बोलते हैं। पिछोला लेक, पिछोला, ये जो आप देख रहे हो ना, ये जो देख रहे हैं पिछोला लेक है। हाँ। इधर पिछोला लेक है। पिछोला लेक का नाम इसलिए रखा है, ये महल दिख रहा है ना आपको, महल सिटी पैलेस, ये हाँ, ये बिल्डिंग, ये राइट में की बिल्डिंग। ओके सिटी पैलेस का जस्ट ये आता है पीछे की तरफ, इसलिए इसको बोलते हैं पीछे आने वाला को पिछोला, पीछे आने वाला। वो कौन सा है पिछोला? ओके यही तो है। അപ്പോൾ നമ്മൾ ബോട്ടിലേക്ക് പോവാണ്. ഇവിടെ ഇതിന്റെ ചുറ്റുമുള്ള എല്ലാ പാലസും കാണാൻ വേണ്ടിയിട്ടാണ് പോണത്. അതൊക്കെ പാലസാണ് എന്താണെന്നൊക്കെ ഇപ്പോൾ പറഞ്ഞുതരാം. ഗൈസ്, നമ്മളിപ്പോൾ പിച്ചോല ലേക്കിലാണ്. പിച്ചോല ലേക്കിന്റെ വിശേഷങ്ങൾ നമുക്ക് കേൾക്കാം. പിച്ചോല ലേക്കിനെ ചുറ്റിപ്പറ്റിയാണ് ഉദയ്പൂരിന്റെ എല്ലാ മെയിൻ സ്പോട്ടുകളും ഉള്ളത്. ആദ്യമായിട്ട് നമുക്ക് ഇതാ ലെഫ്റ്റ് സൈഡിൽ ഇതാ അവിടെ കാണുന്നതാണ് സിറ്റി പാലസ്. സിറ്റി പാലസിൽ നമ്മൾ എൻ്റർ ആവുന്നുണ്ട്. അവിടുത്തെ വിശേഷങ്ങൾ ഞാൻ പിന്നെ പറഞ്ഞുതരാം. ഇപ്പോൾ കാണുന്നത് ലേക്ക് പാലസ് ആണ്. ലേക്ക് പാലസ് ഇപ്പോൾ ഒരു ഹോട്ടലാണ്. നമ്മുടെ താജ് ഗ്രൂപ്പ് അത് 99 ഇയർ ലീസിനെടുത്തേക്കാണ്. അതിൻ്റെ തൊട്ടപ്പുറം കാണുന്നത് ലീല പാലസ് ഹോട്ടലാണ്. അവിടെ വെച്ചിട്ടാണ് മറ്റേ മുകേഷ് അംബാനിയുടെ മകൻ്റെ റിസപ്ഷൻ നടന്നതെന്നാണ് ഇവിടെ പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് പിന്നെ അപ്പുറം കാണുന്നത് അതും ഒരു ഹോട്ടലാണ്. അതായത് ഈ ഉദയ്പൂർ സിറ്റിയുടെ മെയിൻ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വലിയ വലിയ വെഡ്ഡിങ്സ്, VVIPസിൻ്റെ വെഡ്ഡിങ്സ് ആണ് കൂടുതൽ നടക്കുക. നോർത്തിലെ കൂടുതൽ വലിയ വലിയ വെഡ്ഡിങ് നടക്കുന്ന ഒരു സ്ഥലമാണ് ഈ ഉദയ്പൂർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ കാണുന്നതാണ് സിറ്റി പാലസ്. ഇതിൻ്റെ അകത്ത് നമുക്ക് കയറാൻ പറ്റും. ഇവിടെ പല പല രാജാക്കന്മാർ 24 തലമുറ കൂടി പണിതാണ് ഈ പാലസ്. പിന്നെ ഇവരുടെ ആൾക്കാർ പറഞ്ഞത് മുഗളന്മാരും ബ്രിട്ടീഷുകാരും ഇതുവരെ കൈയടക്കാത്ത ഇന്ത്യയിലെ ഏക പാലസ് ഇതാണ് അവർ പറഞ്ഞത്. ഇവിടെ ഒരു പ്രത്യേകത വെച്ചാൽ ഇന്ത്യയിൽ നടക്കുന്ന മുഴുവൻ ആഡംബര കല്യാണം, അതായത് വലിയ വലിയ ആൾക്കാരുടെ ആഡംബര കല്യാണങ്ങൾ ഈ ഒരു ലൈക്കിന് ചുറ്റുമുള്ള ഏതെങ്കിലും ഒരു പ്രോപ്പർട്ടി വെച്ചായിരിക്കും. ഇവിടെ വരുന്ന VIPകൾക്ക് വന്ന് ലാൻഡ് ചെയ്യാനുള്ള ഹെലിപാഡാണ് ഉള്ളത്. ഈ ഒരു ഏരിയയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ ഏരിയയുടെ മൊത്തം കണ്ടാൽ നമുക്കൊരു ബാഹുബലി സിനിമ കണ്ട ഫീലിംഗ്. ഒരു സാധാരണഗതിയിൽ ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ ഒരു പാലസ് കാണാം, അത്രയും ഉണ്ടാവും. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പാലസും അതിനോടനുബന്ധിച്ച് പാലസിനെക്കാട്ടും കടപിടിക്കുന്ന രീതിയിലുള്ള കെട്ടിട സമുച്ചയങ്ങളൊക്കെയാണ് നമ്മളിവിടെ കാണുന്നത്. ഇപ്പോൾ നമ്മളിപ്പോൾ അടുപ്പിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളെ ഇതല്ലേ, ഇത് പറഞ്ഞ ജഗ്മന്ദിർ എന്ന് വെച്ചാൽ ഇവിടുത്തെ രാജാവിൻ്റെ പ്രോപ്പർട്ടിയാണ്. ഓക്കെ, അത് കഴിഞ്ഞ് പിന്നീടത് ഷാജഹാൻ വന്നപ്പം ഷാജഹാൻ ഇവിടെയാണ് 6 മാസത്തോളം താമസിച്ചത്. ഷാജഹാൻ കൈയടക്കി എന്നാണ് പറഞ്ഞത്. അതിന് 6 മാസത്തോളം പുള്ളിക്കാരൻ ഇവിടെയായിരുന്നു. അത് കഴിഞ്ഞ് പുള്ളിക്കാരൻ ഇതിൻ്റെ അകത്തൊരു പള്ളി പണിതു. ഓക്കെ, ഇപ്പോൾ ഇതിൻ്റെ അകത്ത് ആ പള്ളിയുമുണ്ട്, അമ്പലവുമുണ്ട്. നമ്മുടെ ഫിലിം സ്റ്റാർ രവീന ടണ്ടൻ്റെ വിവാഹം നടന്നത് ഇതിൻ്റെ അകത്താണ്. ഇതിൻ്റെ അകത്തുള്ള എൻട്രി ഫീ എന്ന് വെച്ചാൽ 830 രൂപയാണ്. ഉദയ്പൂർ എങ്ങനെ കാണണം എന്നുള്ളത് നമ്മൾ ഇവിടെ വരുമ്പം തന്നെ കൃത്യമായിട്ടുള്ള മാപ്പ് നമുക്ക് ഇവിടുന്ന് കിട്ടും. നിങ്ങൾ ഇവിടെ നിന്ന് വരുമ്പോൾ തന്നെ ലൈക്കിൻ്റെ ഫ്രണ്ടിൽ തന്നെ മാപ്പുണ്ട്. അതല്ലെങ്കിൽ ഇവിടെ ഇഷ്ടംപോലെ ഗൈഡ് സർവീസൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. 100 രൂപ ആകെ ചിലവുള്ളൂ നമ്മളെ മുഴുവൻ കൊണ്ട് കാണിക്കാനും പഠിക്കാനും ഒക്കെ. ഇപ്പോൾ ഉദയ്പൂരിലെ കച്ചവടം, അതായത് അവർ പഴയ മോഡലുള്ള അന്നത്തെ കാലത്തെ വസ്ത്രങ്ങളും മറ്റുള്ളതും വെച്ച് നമ്മൾ പാവക്കൂത്ത്, നേൽക്കൂത്ത് നടന്ന പോലത്തെ സംഭവങ്ങളാണ് ഇവിടെ കാണുന്ന കടകളിൽ. ഇവിടുത്തെ ട്രഡീഷണൽ ഷോപ്പ് എന്ന് പറയാം. शॉपिंग आइटम, गिफ्ट आइटम, बच्चों के लिए टॉयज वगैरह. ഈ ഉദയ്പൂരിൻ്റെ മെയിൻ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. കാരണം കപ്പിൾസിനൊക്കെ ധൈര്യമായിട്ട് വരാം കേട്ടോ. കാരണം വളരെ സേഫാണ്. അത് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ VIPs ഉല്ലാസത്തിന് വരുന്ന ഒരു സ്ഥലമാണ് ഈ ഉദയ്പൂർ.
അപ്പോൾ നമ്മൾ സത്യം പറഞ്ഞാൽ ഉദയ്പൂരിനെ കുറിച്ച് ഒന്നും അറിയില്ലായിരുന്നു. ഇവിടെ വന്നപ്പോൾ ശരിക്കും ഉദയ്പൂരിൻ്റെ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ഞെട്ടിപ്പോയി. അപ്പോൾ അവിടെ ഒരു റോപ്പ് വേ ഉണ്ട്, റോപ്പ് വേ കയറാൻ വേണ്ടിയാണ് നമ്മളിപ്പോൾ പോകുന്നത്. അപ്പോൾ പോയി നോക്കട്ടെ എന്താണ് റോപ്പ് വേയിലെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. നമ്മളെ റൂട്ട് മാപ്പ് കണ്ടിട്ട് ഗൈഡാളി എൻ്റെ കിളി പോയി. അതെ, അവർ പറയണ കേരളത്തിൽ നിന്ന് ഏത് വണ്ടി വന്നാലും ഇതേപോലെ റൂട്ട് മാപ്പ് ഉണ്ടാവും. എന്നോടിപ്പോൾ ഇയാൾ മാത്രമല്ല കേട്ടോ, രണ്ടാമത്തെ ആളെ പറയണേ, എല്ലാവരും വന്നാലും ഇതേപോലെ ഇപ്പോൾ റൂട്ട് മാപ്പ് വെച്ചിട്ടാണ് മലയാളികളൊക്കെ വരുന്നത്. അപ്പോൾ റോപ്പ് വേ നമ്മളെയും അപ്പോൾ നമ്മൾ റോപ്പ് വേയും വെയിറ്റ് ചെയ്ത് നിൽക്കണം. അപ്പോൾ റോപ്പ് വേ വരുന്നുണ്ട്. അപ്പൊ നമ്മള് റോപ്പിനകത്ത് കയറി ഹലോ ഗൈസ്, അപ്പോൾ നമ്മളുള്ളത് ഇപ്പം ഉദയ്പൂരിന്റെ അടുത്ത് സിറ്റി പാലസിന്റെ ഉദയ്പൂർ സിറ്റി പാലസിന്റെ അടുത്തുള്ള റോപ്പ് വേയിലാണ്. റോപ്പ് വേ കയറി ജസ്റ്റ് മൂവ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ റോപ്പ് വേ മൂവിങ് വ്യൂസ് കാണിച്ചു തരാം. ഉദയ്പൂരിൽ വരുന്ന ഇഷ്ടം പോലെ കാഴ്ചകളുണ്ട്. നമ്മളിപ്പോൾ റോപ്പ് വേയിൽ ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. ആ നടുക്ക് കാണുന്ന വലിയ രാജസ്ഥാനിൽ എന്തായാലും കാണേണ്ട ഒരു സ്ഥലമാണ്. രാജസ്ഥാനിലെ ഏറ്റവും ബെസ്റ്റ് പ്ലേസ്. താഴേന്ന് കേറി വരുന്ന സ്റ്റെപ്പാണ് അതിങ്ങനെ കാണുന്നത്. അങ്ങനെ ഒറ്റ കാറാണത്. ഇവിടെ എത്ര വരുന്നു അതിനനുസരിച്ച് അതങ്ങോട്ട് പോകുള്ളൂ. നമുക്ക് റിട്ടേൺ പോകുമ്പോൾ ഈ സ്റ്റെപ്പ് വഴി ഇങ്ങനെ കയറി വന്നതിന് ഇതിന്റെ മേലെ വരെ നടന്ന് കയറാൻ പറ്റും. അപ്പൊ നമ്മൾ എളുപ്പ വഴി എന്നോളാണ് നമ്മൾ ഇതിങ്ങനെ കയറി വന്നത്. ആയിവാ സൂപ്പർ. ലേക്ക് പാലസിന്റെ വ്യൂ, അതേപോലെ ഒബ്രോയ് വില്ലാസ്, മറ്റേ കല്യാണം നടന്നു നമ്മളെ അയൽവാസിന്റെ മറ്റേ ഇത് കിട്ടും. നമ്മൾ നേരത്തെ കയറിയ ബോട്ട് സർവീസ് ഉണ്ടോ, അതാണ് അവിടെ താഴെ ബോട്ട് ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇത് നമ്മളെ ഇടുക്കി ഡാമിന്റെ ഒരു സെറ്റപ്പിലാണ്. 4 സൈഡും മലകളാൽ ചുറ്റപ്പെട്ടു. പക്ക ഓക്കെയാണ്. ചക്രവർത്തി ഷാജഹാൻ ചക്രവർത്തി വിരുന്ന് വന്ന ജയ് മന്ദിറാണ് കാണുന്നത്. ജയമന്ത്രാണ് അതിനകത്ത് ഹൈലൈറ്റ്. അപ്പോൾ നമ്മൾ മേലെയുള്ള വ്യൂസ് കാണാൻ വേണ്ടി പോവാണ്. അപ്പോൾ മേലെ അപ്പോൾ വരുന്ന നെക്സ്റ്റ് നമ്മൾ ടോക്കൺ ടൈം ആകുമ്പോൾ തിരിച്ച് ഇതേപോലെ വണ്ടിയിലേക്ക് പോകണം. ഡ്രസ്സ് കണ്ടോ, ഇവിടുത്തെ ട്രഡീഷണൽ ഡ്രസ്സാണ് കാണുന്നത്. നമ്മളെ രാജാവിൻ്റെ ഡ്രസ്സ് ഇവിടുത്തെ രാജസ്ഥാൻ്റെ ട്രഡീഷണൽ ആണ്. അപ്പോൾ ഇത് രാജസ്ഥാനിലെ അന്നത്തെ രാജാവിൻ്റെ ഡ്രസ്സിനെ അടുപ്പിച്ചുള്ള ഡ്രസ്സാണ് ഈ കാണുന്നത്. അപ്പോൾ ഇവരിവിടെ ഫോട്ടോ ഫ്രെയിമിന് വേണ്ടിയിട്ട് ആ ഡ്രസ്സ് ഇട്ടിട്ട് ഫോട്ടോ ഫ്രെയിം ചെയ്യാം, നമുക്കും ചെയ്യാം. വ്യൂവിനെ കുറിച്ച് പറഞ്ഞു ഞാൻ ഇത്രയും കാലം വന്നതിൽ ഏറ്റവും നല്ല വ്യൂ ആണ് ഇതുവരെ എനിക്ക് കിട്ടിയത്. വന്നേക്കുന്നത് ഇതിങ്ങനെ വന്നാലേ അങ്ങോട്ട് പോകുള്ളൂ. നമ്മൾ കുറെ കല്ല് വാരി എറിഞ്ഞ പോലെ ഉണ്ട്. മൊബൈൽ പിടിക്കും, അടിപൊളി. ഇതൊന്ന് ഇത് വൻ സിറ്റിയാ. ഉദയ്പൂർ ചെറുതൊന്നല്ല കേട്ടോ, വലിയ സിറ്റിയാണ്. ഇത് കണ്ടിട്ടില്ലേ വൻ നഷ്ടം തന്നെയായിരുന്നു. ഈ ഉദയ്പൂരാണ് ഇത് മുഴുവൻ കാണുന്നത്. എന്ത് ഭംഗിയുള്ള സിറ്റിയാണെന്നറിയാം. ക്ലീൻ ആൻഡ് നീറ്റാണ്, വളരെ അടിപൊളിയായി. കാരണം ഇവിടെ വന്നിട്ടില്ലെങ്കിൽ വൻ നഷ്ടമായേനെ. കാരണം എന്ന് വെച്ചാൽ ഈ ഒരു സംഭവങ്ങളൊക്കെ ശരിക്കും കാണാനുണ്ട്. ഇന്ത്യയുടെ ചരിത്രം ഒരുപാട്, ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരു പ്രധാന പങ്ക് ചിലപ്പോൾ ഉദയ്പൂരിന് പറയാനുണ്ടാവും. കാരണം എല്ലാവിധ ഇന്ന് വരെയുള്ള ആദ്യകാലം മുതൽ ഇന്ന് വരെയുള്ള എല്ലാ സമ്പന്നന്മാരും ഉദയ്പൂർ ഒരിക്കലെങ്കിലും വന്നിട്ടുണ്ടാവും, വരാതിരിക്കില്ല. കാരണം സമ്പന്നന്മാരുടെ ലിസ്റ്റിലുള്ള ഇന്ത്യയിലെ നമ്പർ 1 സ്ഥലമാണ് ഉദയ്പൂർ. കാരണം ജസ്റ്റ് ഒന്ന് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്താൽ മനസ്സിലാവും.
എല്ലാവിധ ആഡംബര കല്യാണങ്ങളും നടക്കുന്നത് രാജസ്ഥാനിലെ ഉദയ്പൂർ എന്ന് പറഞ്ഞ ഈ ഒരു ഏരിയയിലാണ്. അപ്പോൾ ഇതിൻ്റെ ടോപ്പ് എൻഡിലേക്ക് കയറി പോവാണ്. നമ്മൾ രാജസ്ഥാനിൽ ചപ്പാത്തി ഇടുന്ന സ്റ്റൈല് കണ്ടു. ചപ്പാത്തി ഒരു അത്ഭുതമായി തോന്നിയത് ഇവിടെ വന്നപ്പോഴാണ്. ഭയങ്കര ടേസ്റ്റാണ് തന്തൂരി ചപ്പാത്തിക്ക്. ആദ്യം ഒന്ന് അടുത്ത് സാധാരണ വെക്കുന്ന പോലെ ജസ്റ്റ് ഒന്ന് ചൂടാക്കും. അതിനുശേഷം ഒന്ന് മറിച്ചിട്ടതിന് ശേഷം പിന്നെ ഗ്രില്ല് വെച്ചിട്ട് തന്തൂരി അത് വെക്കുമ്പോൾ തന്നെ അത് പൊന്തി നല്ല പപ്പടം പോലെ പൊന്തി വന്നു. ബസ് പരിപാടിയാണ്. അറിയില്ല, അത് നമ്മുടെ രാശിയാണ്. ചാച്ചാ മതി. ഒന്നിട്ടാ മതിയോ? ചവച്ചാ മതി, ഒന്നും ചെയ്യണ്ട. അടുത്തൊന്ന് ഞാൻ എടുക്കട്ടെ. ഇനിയും തരും അവിടെ നിൽക്കും. ഊതണ്ട, ചവച്ചാ മതി. ഇതില്ല നമ്മളത് അപ്പം ഗായ്സ്, അപ്പൊ നമ്മളെ റോപ്പ് വേല പരിപാടി കഴിഞ്ഞ് ഇത് നല്ല തിരിച്ച് നമ്മളെ ഉദയ്പൂരിനോട് വിട പറഞ്ഞുകൊണ്ട് നമ്മളെ അജ്മീറിലേക്ക് പോവാണ്. അജ്മീർ, അതെ. അപ്പൊ അടുത്ത സ്ഥലം നമ്മള് അജ്മീറാണ്. എല്ലാവരും കണ്ടിരിക്കേണ്ട സ്ഥലമാണ് ഉദയ്പള്ളി. അടിപൊളി സ്ഥലം. നമ്മൾ ഇത്രയും വന്നതിൽ ഏറ്റവും നല്ലൊരു പ്ലേസ് ആണ്. ഇങ്ങനെയുള്ള ചരിത്രമുറങ്ങുന്ന മണ്ണ്. നമ്മൾ കണ്ടതിൽ ഏറ്റവും രണ്ട് കളർഫുൾ സ്ഥലങ്ങളാണ്. ഒന്ന് ഗോവ, ഒന്ന് ഉദയ്പൂർ. എത്രാമത്തെ 25ാമത്തെ തലമുറ, 24 തലമുറ കൈമാറി 25ാമത്തെ തലമുറയുടെ കയ്യിലാണ് ഇപ്പോ ഈ പ്രോപ്പർട്ടി ഉള്ളത്. അതിൽ 30% ഈ രാജകുടുംബം തന്നെയാണ് പാലസ് കൈകാര്യം ചെയ്തത്. ബാക്കിയുള്ളത് മാത്രമേ ഗവൺമെന്റിന്റെ അത് ഗവൺമെന്റ് പല ഹോട്ടലുകൾക്ക് ലീസിന് കൊടുത്തിട്ടുള്ളത്. അതെ. ഇനി അതേപോലെ ഗഫൂർക്കാടെ കപ്സ ഉണ്ട്. ഗഫൂർക്കാരെ കാണിച്ചു കൊടുക്കാം. ഗഫൂർക്ക നമ്മുടെ കൂടെയുള്ള ഒരു ഫിറോസ് ചുറ്റിപ്പുരയാണ്. അതെ, അദ്ദേഹത്തെ വരെ കവച്ചു വെക്കുന്ന രീതിയിലുള്ള പ്രകടനമാണ് നമ്മുടെ. ഇന്നലെ നമ്മള് 20 മിനിറ്റ് കൊണ്ടാണ് കപ്സ് ഉണ്ടാക്കി കഴിച്ചത്. ഞങ്ങളുടെ ഫുഡിന്റെ സെക്ഷൻ ഹാൻഡിൽ ചെയ്യുന്ന ഗഫൂർക്കായാണ്. പറഞ്ഞാലും കേൾക്കാത്ത സപ്പോനുണ്ട്. ഇവരാണ് ഡൽഹിയിൽ നിന്ന് ഒഴിവാക്കും. ഡൽഹിയിൽ നിന്ന് തിരിച്ചു വിടുന്ന രണ്ട് വ്യക്തികള്. ഒന്ന് തണുപ്പ് സഹിക്കാൻ പയ്യായിട്ട്, ഒന്ന് പറഞ്ഞാൽ കേൾക്കാൻ നോക്കാം, നറുക്കിടും. അപ്പൊ നമ്മള് ഉദയ്പൂരിന് വിട്ടിട്ടില്ല. ഉദയ്പൂരിന് വിടാൻ പോകുന്നു. വട്ടം കറങ്ങി കളിക്കുക. അടുത്തത് അജ്മീർ. ഹായ് ഗൈസ്, അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ടിബറ്റൻ മാർക്കറ്റിലാണ്. ടിബറ്റൻ മാർക്കറ്റിന് ടിബറ്റൻസ് നടത്തുന്ന മാർക്കറ്റ്, അവരെ സാധനങ്ങളും മാർക്കറ്റ് ചെയ്യാനുള്ള സാധനം. അപ്പം നേപ്പാളിൽ നിന്നൊക്കെയാണ് ഇവിടെ സാധനങ്ങൾ കൊണ്ടുവന്ന് വിൽക്കുന്നതെന്ന് പറയുന്നത്. അപ്പോൾ അവരെ മാർക്കറ്റിനാണ് നമ്മളുള്ളത്. അപ്പോൾ ഇതിനകത്ത് വിശേഷങ്ങൾ അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഇരുന്ന് നോക്കാം എന്തൊക്കെയാണ് ഉള്ളത്. അപ്പോൾ നോക്കാം നമുക്ക് എന്തൊക്കെയാണ് ഇവിടെ കാണുന്നത്. ഇപ്പോൾ ഇരുന്ന് ഫൈൻ അടിക്കും ടിബറ്റൻസ്. ഇത് ഭയങ്കര റേറ്റാണ്. 1200 പറയുന്നത്. 150 വരെ ജാക്കറ്റ് ചെയ്യും. അപ്പോൾ ടിബറ്റൻ മാർക്കറ്റിലാണുള്ളത്. ഇവിടെ ഭയങ്കര റേറ്റാണ്. ജസ്റ്റ് ഒന്ന് കണ്ടുപോകാന്നേ ഉള്ളൂ. കാരണം ഓരോ ജാക്കറ്റിന് 1200 റേറ്റ് വരുന്നത്. ഇവിടെ പേശി കുറക്കാനും പരിപാടികളൊന്നുമില്ല. അപ്പോൾ പിന്നെ ഇവിടെ നിന്ന് അധികം നിൽക്കാതെ നമ്മൾ പെട്ടെന്ന് സ്ഥലം വിടുകയാണ്. ടിബറ്റൻ മാർക്കറ്റിൽ കൂടുതലായിട്ടൊന്നും പറയാനില്ല. കാരണം ജസ്റ്റ് ഒന്നുമില്ല, കുറച്ച് ജാക്കറ്റ്സ് തന്നെ, ജാക്കറ്റ്സും മങ്കി ക്യാപ്പുമാണ് ഇവിടെ കൂടുതലായിട്ടുള്ളത്. താങ്ക് യു, വിസിറ്റ് അഗൈൻ ബോർഡും കണ്ടു. രാജസ്ഥാൻ ട്രഡീഷണൽ ഡ്രസ്സുകളാണ് ഈ കാണുന്നത്. ഓക്കെ, പിന്നെ സാധാരണ നമ്മളെ എല്ലാ ഉത്സവപ്പറമ്പിലും മറ്റുള്ളതൊക്കെ കാണുന്ന പോലത്തെ മിഠായി ഐറ്റംസുകൾ അങ്ങനത്തെ ഒക്കെ ഇവിടെ ഉണ്ട്.
ഇവിടെ ആനക്ക് ഇവർ ഭയങ്കര പ്രത്യേകതയാണ് കൽപ്പിക്കുന്നത്. ഇവരെന്തിലും ഇവരെല്ലാ ഇതിലും ആന കയറി വരുന്നുണ്ട്. ആനയ്ക്ക് ഇവർ വലിയൊരു പ്രാധാന്യം കൽപ്പിക്കുന്നു. രാജാക്കന്മാരുടെ കാലഘട്ടം മുതലേ ആനപ്പോരുകളും മറ്റുള്ളത് ഇവിടെ ഇഷ്ടംപോലെ നടന്നിട്ടുണ്ടെന്ന് പറയപ്പെടുന്നു. 20 രൂപ സാധനങ്ങളാണ് കാണുന്നത്. സാധാരണ നമ്മൾ പൂരപ്പറമ്പിലും മറ്റുള്ളതൊക്കെ കാണുന്ന ആ ഒരു സിസ്റ്റം തന്നെ എടുത്തിട്ടുള്ളൂ. കൂടുതലായിട്ടൊന്നുമില്ല ഇവിടെ. കാര്യമായിട്ടൊന്നുമില്ല, ജസ്റ്റ് ചെറിയ കുറച്ച് പാത്രങ്ങളും കുറച്ച് ചെറിയ ടോയ്സുകളൊക്കെ അവിടെ ഉള്ളൂ, വേറൊന്നുമില്ല. അപ്പോൾ നമ്മളെ വണ്ടി വരുന്നുണ്ട്, കണ്ടോ? വെൽക്കം ടു ടിബറ്റൻ മാർക്കറ്റ് ഉദയ്പൂർ. അതാണ് നമ്മളെ മാർക്കറ്റ്. വണ്ടി വന്നു, അപ്പോൾ നമ്മളിങ്ങനെ കയറുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഉദയ്പൂർ മാർക്കറ്റിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ നമ്മൾ അടുത്ത ലൊക്കേഷനിലേക്ക് പെട്ടെന്ന് സ്ഥലം വിടാം. അപ്പാ, ഇവിടുത്തെ രാജാക്കന്മാരെ പ്രധാന വിനോദം തരുന്നത് ആനപ്പോര്. ആനപ്പോരായിരുന്നു ഇവര്. അതാണ് ഏറ്റവും കൂടുതൽ ഈ നാട്ടിൽ ആനയുള്ളത്. അതന്നെ, ആനപ്പോരായിരുന്നു. രാജാവിന്റെ ഇതിന് കണ്ടില്ലേ, കൊട്ടാരത്തിൽ വലിയൊരു 4 ആന. ജയ്പൂർ എന്താ സഫാൻ പറഞ്ഞത്? ഇത് ഉദയ്പൂർ എന്ന് പറയാറ്. സഫാൻ പറഞ്ഞ രാജസ്ഥാനാണ്. അപ്പാട് ഹർഷായ അതിലേക്ക് പോയിട്ട് ഇത് രാജസ്ഥാനിലേക്ക് നമ്മൾ പോകുന്നുള്ളൂ. നമ്മള് ജയ്പൂരിന്റെ സ്വന്തം സാധനങ്ങൾ എന്തൊക്കെയാന്ന് നോക്കിയിട്ട് ഇങ്ങനെ വന്ന് വാങ്ങാൻ വേണ്ടിട്ട്. കടലമുട്ടായി ഈനോ ഇത് നല്ല മിക്സ് ഉള്ള എല്ലാ സാധനങ്ങളും. അപ്പൊ നമ്മള് കടലമുട്ടായി മേടിച്ചു. കടലമുട്ടായി 1/2 കിലോന്. ഇത് മാത്രം മതിയാ? ആ മതി. എത്ര പൈസ? ഉദയ്പൂരിനോട് നമ്മൾ വിട പറയാണ്. ഉദയ്പൂരിന്റെ ടൗൺ ആണിത്. നേരെ ഓപ്പോസിറ്റ് ചെറിയൊരു പാർക്ക് കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ അതിന് മുമ്പേ ഒന്ന് ജസ്റ്റ് നമുക്കൊരു കടായി ആവശ്യമുണ്ട്. അപ്പോൾ കടായിൻ്റെ റേറ്റ് കാര്യങ്ങൾ അറിയാൻ വേണ്ടി നല്ല വന്നേക്കാം ഗൈസ്. വാങ്ങിക്കൊണ്ടിരിക്കണം. ഓക്കെ. അപ്പോൾ നമ്മൾ ഒരു ചെറിയ ഫ്രൈ പാൻ വാങ്ങി 150 രൂപ കൊടുത്തത്. അപ്പോൾ അത് കഴിഞ്ഞാൽ അതിൻ്റെ അപ്പുറത്ത് ചെറിയൊരു പാർക്കുണ്ട്. ആ പാർക്ക് ഇത് കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മളങ്ങനെ ഉദയ്പൂരിനോട് വിട പറയുകയാണ്. ഉദയ്പൂരിനോട് വിട പറയാന്ന് പിന്നെയും പറയുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഉദയ്പൂർ കണ്ടു തീരുന്നില്ല. ഇപ്പം നമ്മൾ ഓറഞ്ച് മേടിച്ചു 3 കിലോ 100 രൂപ. നമ്മുടെ നാട്ടിലത്തെ പൈസ ന്യായമായ പൈസ. വലുതെടുക്കണ്ടി ന്യായമായ കച്ചവടം. ആർക്കും വാങ്ങാം, എന്തും വാങ്ങാം, എപ്പോഴും വാങ്ങാം. വെറും മാർബിൾ കല്ല് കൊണ്ട് മാത്രം നിർമ്മിച്ച ഒരു റൗണ്ട് ഔട്ടാണിത്. ജയ്പൂര് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഉദയ്പൂരിന്റെ കേട്ടോ. നമ്മളെ ഉദയ്പൂർ വിശേഷം നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ഗുഡ് നൈറ്റ്, ശുഭദിനം. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ